നോക്കട്ടെ. ഇവിടെ സൈഡിൽ കുറേ ഈ ചോളകം, ക്യാരറ്റ്, പിന്നെന്താ അതൊക്കെ, അത് സ്ട്രോബെറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇവിടുന്ന് കുറച്ചും കൂടിയാണ് മേലെ കയറാണ്ട്. അവിടെ നമ്മൾ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോവാട്ടോ. അവിടെ പോയേക്കാം. ഗൈസ്, നമ്മളിത് ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കട്ടെ. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് നടന്ന് കയറാണ്ട്. ഇവിടെ എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് നടന്നിട്ടാണ് കയറി. ഇത് അവിടുന്ന് നമ്മളിങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. മറ്റേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇതാ, ബെൽറ്റ്, അതുപോലെ തന്നെ തൊപ്പി കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ തൊപ്പി, ഇവിടുന്ന് ഇനി അങ്ങോട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് തോന്നുന്നത് മറ്റേ വ്യൂ. ഇവിടെ ഇതാ അതിനെ കുറേ കടകളുണ്ട്. ചോളകത്തിൻ്റെ സാധനങ്ങൾ. സംഭവം ഇത് കൊള്ളാട്ടെ. ഇത് എത്ര 1, 2, 3, 4, 5, 6 20 ഉറുപ്പിക വന്നിട്ടുണ്ട്. 6 പീസിന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിന് മുകളിൽ കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്. നല്ല ഒരു രസമുള്ള കാറ്റുണ്ട്. ഗൈസ്, അവിടുന്ന് നമ്മൾ കുറേ കൊണ്ട് പോകുന്നു കേട്ടോ. ഞാൻ അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കായിരുന്നു. ഇവിടുന്ന് വന്നപ്പോൾ തന്നെ ആ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ സൈഡിലൊക്കെ ഈ കടകൾ കണ്ടത്, ഇതിപ്പോൾ നമ്മൾ സീസൺ അല്ലാത്ത കാരണമായിരിക്കും ആ ഒരു തല മുതൽ ഇതുവരെയുള്ള കടകളൊക്കെ അടച്ചെടുക്കുക. സീസൺ ആവുന്ന ടൈമിൽ ഇത് മൊത്തം ഓപ്പൺ ആവുന്നുണ്ടാവും കേട്ടോ. ഇത് നമ്മളെ ഓരോ സ്ഥലത്തും ഈ ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുടെ കടകളാണ് കേട്ടോ. ഇവിടെ തന്നെ അങ്ങോട്ടുള്ള വ്യൂ നോക്കി നിങ്ങൾ എന്തായാലും അങ്ങനെ ചെന്ന് നോക്കില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ അതാ നമ്മളിത് ആ കാണുന്ന സ്ഥലം കണ്ടോ, അതാണ് കേട്ടോ നമ്മളെ വ്യൂ പോയിന്റ്. ഇവിടെ കുറേ ചോക്ലേറ്റിൻ്റെ തന്നെ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കി നിങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു മലനിരകളുടെ ഒക്കെ ഒരു ഭംഗി നോക്കി. നമ്മൾ ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ 20 രൂപ എൻട്രി ഫീ കൊടുക്കണം കേട്ടോ. അവിടുന്ന് കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ 20 രൂപ എൻട്രി ഫീ. അവിടെ നിന്ന് കയറി വന്ന് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ നോക്കി നിങ്ങൾ. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ നോക്കിയേ. ആ ഒരു ഭാഗം നോക്കി. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടൊക്കെ ആ ഒരു മലനിരകളുടെ മുകൾക്കുള്ള ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ കാണും. ഇത് അവിടെ നമ്മൾ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോവാട്ടോ. അവിടെ പോയേക്കാം. ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു വ്യൂ പോയിന്റ് കേട്ടോ. താഴേക്കാണ് അങ്ങനെ കുത്തനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഭാഗം നോക്കി നിങ്ങൾ. ആ ഒരു മലനിരകളുടെ അവിടെ നിന്ന് വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കുമ്പോൾ വേറൊരു ഫീലാണ്. നമ്മൾ കംപ്ലീറ്റ് വേറൊരു ഫീലാണ്. പക്ഷെ ഇതിനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. ഇതൊരു ജസ്റ്റ് വിറകട്ടെ. ഇവിടുന്ന് അടിക്ക് ഫുള്ള് താഴേക്ക് താഴ്ചയാണ്. ഞാൻ ചെന്ന് ഇറങ്ങി ചെന്ന് കൊണ്ടിട്ടാ. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തായിട്ട്. എന്തായാലും ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല കേട്ടോ. അവിടെ എന്തായാലും ഇത് ഈ ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ അവിടെ ആ ഒരു ഭാഗത്തും. പിന്നെ അതാ ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു ചെയർ പോലൊക്കെ ഇതൊക്കെ ഉണ്ട്. സോ എന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മേലെ കയറുക കേട്ടോ. ഇവിടുന്ന് കാപ്പിപ്പൊടി വാങ്ങിയാണ് കേട്ടോ. 100 രൂപ. എന്താ മറ്റേ തരിതരിയുള്ള കാപ്പിപ്പൊടി 100 രൂപ. പിന്നെ ആ ഒരു ഇതും വരുന്നുണ്ട്, എന്താ പറയുക, പൊടിക്കേണ്ട സാധനം ഉണ്ടല്ലോ, ഒരു കായ പോലെ വരുന്നത്, ഡയറക്റ്റ് എടുക്കുന്നത് ആ സാധനം. എന്താ അടച്ചില്ലേ? എവിടെയാണ് ലേസർ? അവിടെ ഉണ്ടോ? അപ്പാ ഇത് പിടിച്ചാ. എനിക്ക് ലേസർ വേണം. അത്രേ ലേസർ നോക്കിക്കോ. എവിടെ
ലേസർ ലേസർ എവിടെ 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 ലേസർ ഉണ്ടോ ഉണ്ടോ ഏതാ നോക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു. സൈഡ് ലൈറ്റ് കത്തും, സൈഡിൽ വേണ്ട, സൈഡിൽ വേണം. ഇതെന്താ ഇതെന്താ റേറ്റ്? സ്ട്രൈറ്റും പോകും, 200 രൂപ. ഏതാ ഉണ്ട്? ഇത് മതിയോ? ഓതാ ലേസർ എടുത്ത്, ഓനീ ലേസർ എടുത്ത് 100 റുപ്യ. അത് കാണിച്ചാ ഞാൻ മേടിച്ച. ഇത് അവിടെ തൈലൊക്കെ ഇത് വെട്ടുന്നത് കേട്ടോ. എവിടെ? ആ അതാ ഇവിടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് യാത്ര തുടങ്ങിയിട്ടാണ്. നമ്മൾ ശരിക്കും അവിടെ കയറുന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നേരെ വട്ടവടേക്ക് പോയിരുന്നു. അപ്പോൾ പോകുന്ന ടൈമിൽ ഇങ്ങനെ ടോപ്പ് വ്യൂ പോയിൻ്റ് കണ്ട് ഒരുപാട് പേരാണ്ട് പോകുന്നത് കണ്ടിട്ട് അങ്ങനെ കയറിയതാണ്. സംഭവം അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. ഇന്നിപ്പോൾ അവിടെ ആൾക്കാർ കുറവ്, കാരണം സീസൺ ടൈം അല്ലാത്ത കാരണം കേട്ടോ ആൾക്കാർ കുറവ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളവിടെ കണ്ട ഒരു കടകൾ മൊത്തം തുറന്നിട്ടുണ്ടാവും. അത്രയും തിരക്കുള്ളൊരു ഒരു ഏരിയയാണ് അത്. ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വട്ടവടയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഗ്രാമഭംഗി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ തിരിച്ചു വരണം. വന്നതിന് ശേഷം നമുക്ക് മൂന്നാറിലെ ഏതെങ്കിലും നല്ല റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇനി വരുന്നത് നമ്മുടെ വീഡിയോസൊക്കെ 10 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആയിരിക്കും. കാരണം നിങ്ങൾക്കത് കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മിനിറ്റ് ആക്കി ഞാൻ ലോങ് ആക്കാതെ ചെറിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ കരുതി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയിൽ ഒതുക്കി കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ അഭിപ്രായം പറയാം. സോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അവിടെ നോക്കിയാൽ അവിടെ നല്ല വെളിച്ചം, അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറും. ഇതേ അങ്ങോട്ട് നോക്കി, അവിടുന്ന് അവിടെ മുത്തിട്ടിയേ അവിടെ അയ്യോ, ഇതേ അവിടുന്ന് നല്ല മഞ്ഞും ഇറങ്ങുന്നുണ്ട്, ഇവിടുന്ന് നല്ല വെയിലും വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ വന്നിട്ട് ഇതാ ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ ആന കണ്ടിരിക്കാണ്ട്. ആനകളുടെ അവിടെ This